ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിപക്ഷമായ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം തള്ളിയത് യോഗത്തിൽ ഭരണപക്ഷത്തെ അംഗങ്ങൾ പങ്കെടുക്കാത്തതിനെ തുടർന്ന് ക്വാറം തികയാത്തതിനാൽ. ചെറുകിട കേബിൾ TV, ബ്രോഡ്ബാൻഡ് സംരംഭങ്ങൾ ഇല്ലാതാക്കി കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന വൈദ്യുതി ബോർഡ് നിലപാടിൽ പ്രതിഷേധിച്ച് COA കരിദിനം ആചരിച്ചു. വൈദ്യുതി ഓഫീസുകൾക്ക് മുന്നിൽ ഓപ്പറേറ്റർമാർ പ്രതിഷേധ സമരം നടത്തി. P. ബാലചന്ദ്രൻ MLA ഫേസ്ബുക്ക് പോസ്റ്റിൽ MLA-ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതായി CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. തീരുമാനമുണ്ടായത് ഇന്ന് ചേർന്ന പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിപക്ഷമായ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം തള്ളി. ഇന്ന് ചേർന്ന യോഗത്തിൽ ഭരണപക്ഷത്തെ അംഗങ്ങൾ പങ്കെടുക്കാത്തതിനെ തുടർന്ന് ക്വാറം തികയാത്തതിനാലാണ് അവിശ്വാസ പ്രമേയം തള്ളിയത്. അതേസമയം വൈസ് പ്രസിഡന്റിനെതിരെ LDF സമർപ്പിച്ച അവിശ്വാസം നാളെ ചർച്ചയ്ക്കെടുക്കും. അന്നമനടയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. ഭരണപക്ഷത്തെ LDF അംഗങ്ങളും UDF അംഗം കൃഷ്ണകുമാറും യോഗത്തിനെത്താതെ വിട്ടുനിന്നതിനെ തുടർന്നാണ് പ്രമേയം തള്ളിയത്. നാളെ LDF നൽകിയ വൈസ് പ്രസിഡന്റ് ടെസ്സി ടൈറ്റസിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കും. 18 അംഗ ഭരണസമിതിയിൽ UDF LDF കക്ഷികൾക്ക് തുല്യ അംഗബലമാണ്. UDF LDF കക്ഷികൾ തുല്യ നിലയിൽ ആണെങ്കിലും UDF-ലെ കൃഷ്ണകുമാറിന്റെ നിലപാട് CPM-ന് അനുകൂലമാണ്. മാത്രമല്ല, വൈസ് പ്രസിഡന്റിന് എതിരെയുള്ള അവിശ്വാസത്തിൽ കൃഷ്ണകുമാർ ഒപ്പിട്ടിട്ടുമുണ്ട്. നറുക്കെടുപ്പിലൂടെ LDF അംഗം പ്രസിഡന്റും UDF വൈസ് പ്രസിഡന്റുമായി അവരോധിതമായ ഭരണസമിതിയിൽ ഇത് രണ്ടാമത്തെ അവിശ്വാസമാണ് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. മുൻപ് നടന്ന അവിശ്വാസ പ്രമേയത്തിന് വോട്ട് നടന്നപ്പോൾ UDF അംഗമായ കൃഷ്ണകുമാർ തന്റെ വോട്ട് അസാധുവാക്കിയത് വിവാദമായിരുന്നു. ഇതിനെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം UDF കൃഷ്ണകുമാറിനെതിരെ കേസ് നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റിനെതിരെ വോട്ട് രേഖപ്പെടുത്തിയാൽ അവിശ്വാസം പാസ്സാകും. ഇത് മുൻകൂട്ടി കണ്ട് കൃഷ്ണകുമാറിന് UDF വിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും കൃഷ്ണകുമാർ വോട്ടെടുപ്പിൽ പങ്കെടുക്കാത്തത് ചോദ്യം ചെയ്യപ്പെടും. വിപ്പ് ലംഘനം നടത്തിയതിനാൽ കൃഷ്ണകുമാറിന്റെ അംഗത്വം ചോദ്യം ചെയ്യപ്പെടും. നാളെ നടക്കുന്ന അവിശ്വാസത്തിൽ കൃഷ്ണകുമാറിന്റെ നിലപാടും നിർണായകമാണ്. മെമ്പറായിരുന്ന കൃഷ്ണകുമാർ ഈ അവിശ്വാസത്തിൽ വിപ്പ് കൊടുത്തിട്ട് പോലും അത് ലംഘിച്ചുകൊണ്ട് ഈ അവിശ്വാസത്തിൽ ചേരാതെ LDF-ന് അനുകൂലമായി നിൽക്കുന്ന അവസ്ഥയാണ്. ഇതിനെതിരെ ഞങ്ങൾക്ക് പറയാനുള്ളത് യൂദാസിനെയാണ് ഓർമ്മ വരുന്നത്. കാരണം കൂട്ടി വളർത്തിയ പ്രസ്ഥാനത്തെ വഞ്ചിച്ചുകൊണ്ട് LDF-ന്റെ കൂടെ കൂടി കോൺഗ്രസിനെ അപമാനിക്കുന്ന ഇത്തരത്തിലുള്ള നയവഞ്ചകരെ ജനത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവിശ്വാസം ഞങ്ങൾ കൊടുത്തത്. മീഡിയ ടൈം, മാള. ചെറുകിട കേബിൾ TV, ബ്രോഡ്ബാൻഡ് സംരംഭങ്ങളെ ഇല്ലാതാക്കി കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന വൈദ്യുതി ബോർഡ് നിലപാടിൽ പ്രതിഷേധിച്ച് COA ഇന്ന് സംസ്ഥാനത്ത് കരിദിനം ആചരിച്ചു. തുടർന്ന് ജില്ലകളിലെ വൈദ്യുതി ഓഫീസുകൾക്ക് മുന്നിൽ ഓപ്പറേറ്റർമാർ പ്രതിഷേധ സമരം നടത്തി. COA മാള മേഖലയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഷ്ടമിച്ചിറ KSEB ഓഫീസിന് മുന്നിലും പ്രതിഷേധ സമരം നടത്തി. KSEB-യുടെ കോർപ്പറേറ്റ് പ്രീണന നയത്തിനെതിരെ COA മാള മേഖല KSEB ഡിവിഷനുകളെ കേന്ദ്രീകരിച്ച് കരിദിന സമരം നടത്തി. മാള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ സമരപരിപാടി ജില്ലാ സെക്രട്ടറി P. ആന്റണി ഉദ്ഘാടനം ചെയ്തു. അത് നിരക്കിൻ്റെ കാര്യത്തിലായാലും സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലായാലും മറ്റു എല്ലാ സാഹചര്യങ്ങളിലും അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. KSEB പോസ്റ്റ് അനുവദിച്ച കാലഘട്ടത്തിൽ കേബിൾ TV ഓപ്പറേറ്റർമാർക്കുള്ളതിനേക്കാൾ വളരെ തുച്ഛമായ നിരക്കാണ്, 1 രൂപ എന്ന നിരക്കിലൊക്കെ തന്നെയാണ് ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് ഈ KSEB പോസ്റ്റുകൾ അക്കാലം മുതലേ അനുവദിച്ചു പോകുന്നത്. കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ, ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ KSEB പോസ്റ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ ഈ മേഖലയ്ക്കകത്ത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇനി അധികകാലം ഇതിൽ തുടരരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചാർജ് ഒരു 17-18 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ആ നിലയ്ക്കാണ് ഇവിടുത്തെ ചെറുകിട കേബിൾ TVക്കാർക്ക് അത് ഉപയോഗപ്രദമാക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. സർക്കാർ ചെറുകിട മേഖലയ്ക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ സർക്കാർ നിലപാടിനെ അട്ടിമറിച്ച് ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർക്കെതിരായ നിയമമാക്കി എഴുതിച്ചേർത്ത്
കോർപ്പറേറ്റ് ദാസ്യവേലയ്ക്ക് തുനിയുകയാണ്. ഈ നിലപാട് മാറ്റിയില്ലെങ്കിൽ KSEB ശക്തമായ സമരം നേരിടേണ്ടി വരുമെന്ന് P. ആന്റണി പറഞ്ഞു. മേഖലാ പ്രസിഡന്റ് PS സുബിതൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി CP പ്രദീപ്, ജിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു. ഓപ്പറേറ്റർമാരായ PM സുമേഷ്, KM സുമേഷ്, ബിനോജ്, CT രാജീവ്, അരുൺകുമാർ, ഉണ്ണികൃഷ്ണൻ, KA തോമസ്, ദാസൻ, ബിജോയ്, ഹാരിസ്, ബിജേഷ്, മറ്റ് കേബിൾ TV ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം മള. സെപ്റ്റിക് ടാങ്കിൽ വീണ ആനക്കുട്ടിയെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ രക്ഷപ്പെടുത്തി. ഏറെ നേരത്തെ ശ്രമങ്ങൾക്കൊടുവിൽ ആനക്കുട്ടിയെ പുറത്തെത്തിച്ചു. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിലാണ് കാട്ടാനക്കൂട്ടത്തോടൊപ്പം പോകുന്നതിനിടയിൽ ആനക്കുട്ടി വീണത്. വനപാലകർ ആനക്കുട്ടിയെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും രക്ഷപ്പെടുത്തി. രാവിലെയാണ് ആനക്കുട്ടിയെ ടാങ്കിൽ നിന്ന് പുറത്തു കയറ്റാനുള്ള ശ്രമം ആരംഭിച്ചത്. സമീപത്തായി കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചതിനാൽ തന്നെ വളരെ ജാഗ്രതയോടെയാണ് രക്ഷാപ്രവർത്തനം നടന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് വിവരമറിഞ്ഞ് ആദ്യം സ്ഥലത്തെത്തിയത്. തുടർന്ന് രക്ഷാപ്രവർത്തനത്തിനായി RRT സംഘത്തിന്റെ സഹായം തേടി. RRT സംഘം സ്ഥലത്തെത്തി ആനക്കുട്ടിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയായിരുന്നു. കാട്ടാനക്കൂട്ടത്തെ സമീപത്തു നിന്നും മാറ്റിയ ശേഷമായിരുന്നു രക്ഷാപ്രവർത്തനം. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷൻ 9ാം ബ്ലോക്കിലാണ് സംഭവം. സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് തകർന്നാണ് ആനക്കുട്ടി കുഴിയിലേക്ക് വീണത്. താഴ്ചയുള്ള കുഴിയായതിനാൽ തന്നെ ആനക്കുട്ടിക്ക് പുറത്തേക്ക് കടക്കാനായില്ല. RRT സംഘം കൊണ്ടുവന്ന വൃത്താകൃതിയിലുള്ള നെറ്റ് താഴേക്കിട്ട ശേഷം ആനക്കുട്ടിയെ അതിനുള്ളിലാക്കി പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. പുറത്ത് എത്തിച്ച ശേഷം നെറ്റിന്റെ കെട്ടഴിച്ച് ആനക്കുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. കൂടുതൽ പരിശോധനകൾക്ക് ശേഷമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. മീഡിയ ടൈം ചാലക്കുടി. കരുവന്നൂർ സഹകരണ ബാങ്കിന് മുന്നിൽ തന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള സ്ഥിര നിക്ഷേപം തിരികെ വേണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്ത ജോഷിക്ക് സ്ഥിര നിക്ഷേപം പലിശ സഹിതം 28 ലക്ഷം രൂപ ബാങ്കിന് നിലവിലെ ഭരണസമിതി ചെക്കായി നൽകി. കുടുംബാംഗങ്ങളുടെ പേരിലുള്ള ബാക്കി തുകയ്ക്ക് 3 മാസത്തിനുള്ളിൽ ഒരു തീയതി നിശ്ചയിച്ച് നാളെ തന്നെ ചെക്ക് നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നതെന്ന് ജോഷി പ്രതികരിച്ചു. 3.5 മണിക്കൂറോളം ജോഷിയുമായി ബാങ്കിന്റെ CEO രാജേഷും മാനേജർ വിജയാനന്ദും ചർച്ച നടത്തി. ഇതിനൊടുവിലാണ് തുകയുടെ കാര്യത്തിൽ തീരുമാനമായത്. ബാങ്ക് പ്രതിസന്ധിയിലായപ്പോൾ കുടുംബ ബന്ധത്തിലടക്കം പ്രശ്നങ്ങളുണ്ടായെന്നും പണം ഇത്രയെങ്കിലും തിരികെ കിട്ടിയ സാഹചര്യത്തിൽ അതിലൊക്കെ മാറ്റമുണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും ജോഷി പറഞ്ഞു. നിക്ഷേപം തിരിച്ചു കൊടുക്കാമെന്ന സർക്കാർ ഉറപ്പ് ലംഘിക്കപ്പെട്ടെന്ന് ആരോപിച്ചാണ് ജോഷി സമരത്തിനെത്തിയത്. ജോഷിയുടെ പണം ഇപ്പോൾ നൽകാമെന്ന് ബാങ്ക് പ്രതിനിധികൾ വ്യക്തമാക്കിയപ്പോൾ കുടുംബാംഗങ്ങളുടെ കൂടെ പണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. അതിന് ബാങ്ക് സമയം ചോദിച്ചപ്പോൾ ഇക്കാര്യം എഴുതി നൽകണമെന്ന് ജോഷി നിലപാടെടുത്തു. ചർച്ചകൾക്കൊടുവിലാണ് മുഴുവൻ നിക്ഷേപവും 3 മാസത്തിൽ തിരികെ നൽകാമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. മീഡിയ ടൈം ഇരിഞ്ഞാലക്കുട. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് പുറത്തുവന്ന് 3 മാസം കഴിഞ്ഞിട്ടും പ്രതികൾ സുരക്ഷിതരെന്ന് ആരോപണം. സംസ്ഥാന പോലീസ് പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കര രംഗത്തെത്തി. അതിനിടെ പ്രതികൾക്കായി ED ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഹൈറിച്ച് തട്ടിപ്പ് പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ED ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നടപടിയുണ്ടായില്ലെന്ന് അനിൽ അക്കര പറഞ്ഞു. മണിച്ചെയിൻ മാതൃകയിൽ സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ ചേർപ്പ് സ്വദേശി പ്രതാപനും ഭാര്യ ശ്രീനയും സഹായി ശരൺ കടവത്തും 1,83,00,000 ഐഡികളിൽ നിന്നായി 2,000 കോടിയിലേറെ തട്ടിയെന്നാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക നിഗമനം. അതിനിടെ കഴിഞ്ഞ മാസം 7-ന് തൃശൂർ ജില്ലാ കളക്ടർ ബഡ്സ് ആക്ട് പ്രകാരം സ്വത്തുക്കൾ ജപ്തി ചെയ്യാനുള്ള ഉത്തരവിട്ടിട്ടും 27-ാം തീയതി വരെ ഹൈറിച്ച് കമ്പനി നിയമത്തെ വെല്ലുവിളിച്ച് നിക്ഷേപകരിൽ നിന്നും പണം പിരിച്ചതായും അനിൽ അക്കര ആരോപിച്ചു. അതേസമയം കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതികളെ പിടികൂടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഊർജിതമാക്കി. പ്രതികൾക്കായി ED ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. KD പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവർക്കായാണ് ലുക്കൌട്ട് നോട്ടീസ്. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഫെബ്രുവരി 2-ന് പരിഗണിക്കാനിരിക്കെയാണ് ED നീക്കം. മീഡിയ ടൈം തൃശൂർ. P. ബാലചന്ദ്രൻ MLA-യുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ MLA-ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതായി CPI തൃശൂർ ജില്ലാ കൗൺസിൽ സെക്രട്ടറി KK വത്സരാജ്. ഇന്ന് ചേർന്ന പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. പാർട്ടി നിലപാടുകൾക്ക് യോജിക്കാത്ത വിധത്തിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട നടപടി ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് പാർട്ടി വിലയിരുത്തി. രാമായണ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട P. ബാലചന്ദ്രൻ MLA-യുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ MLA-ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതായി CPI തൃശൂർ ജില്ലാ കൗൺസിൽ സെക്രട്ടറി KK വത്സരാജ് അറിയിച്ചു. ജനുവരി 31-ന് ചേർന്ന പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനമുണ്ടായത്.
തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് MLA ഖേദപ്രകടനം നടത്തിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും ജനപ്രതിനിധിയുമായ P. ബാലചന്ദ്രന്റെ ഭാഗത്തുനിന്ന് പാർട്ടി നിലപാടുകൾക്ക് യോജിക്കാത്ത വിധത്തിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട നടപടി ഗുരുതരമായ അച്ചടക്ക ലംഘനമായാണ് പാർട്ടി വിലയിരുത്തിയത്. ഇത്തരം പ്രവർത്തനം നടത്തിയ ബാലചന്ദ്രനെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി പരസ്യമായി ശാസിക്കാൻ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു. VS പ്രിൻസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KP രാജേന്ദ്രൻ, CN ജയദേവൻ എന്നിവരും പങ്കെടുത്തിരുന്നു. വ്യക്തികളുടെ വിശ്വാസ പ്രമാണങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ആദരിക്കുകയും വ്യക്തി സ്വാതന്ത്ര്യത്തെ വിലമതിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് വിഷയത്തിൽ നേരത്തെ പാർട്ടി ഖേദപ്രകടനം നടത്തുകയും ചെയ്തിരുന്നതായും KK വത്സരാജ് വ്യക്തമാക്കി. മീഡിയ ടൈം, തൃശൂർ. കാർഷിക യന്ത്ര സാമഗ്രികൾ സമയബന്ധിതമായി ലഭിക്കാത്തതിനാൽ കർഷകർ ദുരിതത്തിൽ. കൊയ്ത്തു മെഷീനും നടീൽ യന്ത്രവും വിട്ടുനൽകാത്തതാണ് കർഷകർക്ക് ദുരിതമാകുന്നത്. അന്നമനട പഴുപ്പാടം പാടശേഖരത്തിലെ കർഷകർ ഇതുമൂലം പ്രതിഷേധത്തിലാണ്. കാർഷിക യന്ത്രങ്ങൾ ഉണ്ടായിട്ടും കർഷകർക്ക് ആവശ്യത്തിന് ലഭിക്കുന്നില്ലെന്ന് പരാതി. അന്നമനട പഞ്ചായത്തിലാണ് കർഷകർക്ക് കൊയ്ത്ത് മെഷീനും നടീൽ മെഷീനും യഥാസമയത്ത് ലഭിക്കുന്നില്ലെന്ന് പരാതി ഉയരുന്നത്. കൊയ്ത്ത് മെഷീൻ ലഭിക്കാത്തതിനാൽ പഴുപ്പാടം പാടശേഖരത്തിലെ നെല്ല് കൊയ്തെടുക്കാൻ സ്വകാര്യ വ്യക്തിയുടെ മെഷീനാണ് ഉപയോഗിച്ചത്. എന്നാൽ കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ നെല്ല് ഭൂരിഭാഗവും പാടത്ത് വീണ് കിടക്കുന്ന അവസ്ഥയാണ്. മെഷീൻ കംപ്ലൈന്റ് മൂലമാണ് ഇത്തരത്തിൽ നെല്ല് വീണു പോയതെന്നാണ് കർഷകർ പറയുന്നത്. പഞ്ചായത്തിലെ മെഷീനുകൾ ലഭിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിൽ കർഷകർക്ക് ദുരിതമുണ്ടാകുമായിരുന്നില്ലെന്നും എത്രയും പെട്ടെന്ന് ഇവ കർഷകർക്ക് ഉപയോഗയോഗ്യമായി ലഭ്യമാക്കണമെന്നും വാർഡ് മെമ്പർ സുനിത സജീവ് മീഡിയ ടൈമിനോട് പറഞ്ഞു. ഇപ്പോൾ കൊയ്ത്ത് നടക്കുന്ന ഒരു അവസരമാണ്. നമുക്കറിയാം, ഇന്നിപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ കൊയ്ത്ത് നടക്കുകയും പ്രൈവറ്റ് വണ്ടിയാണ് നമ്മൾക്ക് ഈ പാടശേഖരത്ത് ഇറങ്ങിയത്. നമുക്ക് നിലവിൽ പഞ്ചായത്തിൻ്റെ വണ്ടികൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ പാടശേഖര സമിതിയിലെ ഈ അന്നമനട ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് സമയബന്ധിതമായിട്ട് കിട്ടാത്ത ഒരു ഇതാണ് നമ്മൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് കർഷകർ പ്രൈവറ്റ് വണ്ടികളെ സ്ഥാപിക്കുകയും അതോടൊപ്പം പാടശേഖരത്ത് ഇറങ്ങി. ഇപ്പം ഇന്ന് ഇവിടെ ജിൽസൺ ചക്കാലക്കൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പാടശേഖരത്ത് ഇപ്പോൾ ഒട്ടനവധി ഈ കൊയ്ത്ത് കഴിയുകയും അതിൻ്റെ മെഷീൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്നു. കംപ്ലീറ്റ് നെല്ലും നമ്മുടെ പാടത്താണ് കിടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഇവിടെ കർഷകരുടെ ഭാഗത്തു നിന്ന് നമ്മൾക്കറിയാൻ സാധിച്ചത്. മീഡിയ ടൈം, മാള. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയി എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ ബോട്ടും 5 മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. സൈനുമോൻ എന്ന ബോട്ടാണ് മുനക്കക്കടവ് ഭാഗത്ത് കടലിൽ കുടുങ്ങിയത്. അഴീക്കോട് ഫിഷറീസ് റെസ്ക്യൂ ടീമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മലപ്പുറം പൊന്നാനി സ്വദേശി സലാമിന്റെ ഉടമസ്ഥതയിലുള്ള സൈനുമോൻ എന്ന ബോട്ടാണ് കടലിൽ 6 നോട്ടിക്കൽ മൈൽ അകലെ മുനക്കക്കടവ് ഭാഗത്ത് കടലിൽ കുടുങ്ങിയത്. അഴീക്കോട് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് ഉദ്യോഗസ്ഥരായ VN പ്രശാന്ത് കുമാർ, VN ഷൈബു, സി റെസ്ക്യൂ ഗാർഡുമാരായ BH ഷഫീഖ്, CN പ്രമോദ്, PM ബോട്ട് സ്രാങ്ക് റഷീദ്, ഡ്രൈവർ PK മുഹമ്മദ്, അഷ്റഫ് പഴങ്ങാടൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. പ്രമാദമായ അങ്കമാലി മൂക്കിന്നൂർ കൂട്ടക്കൊലക്കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷ. സ്മിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷ വിധിച്ചത്. മറ്റ് 2 കൊലപാതകത്തിൽ ഇരട്ട ജീവപര്യന്തം തടവും പ്രതി അനുഭവിക്കണം. കേസിലെ വിവിധ വകുപ്പുകളിൽ 4,10,000 രൂപ പിഴയും ബാബു അടയ്ക്കണം. എറണാകുളം ജില്ലാ സ്പെഷ്യൽ കോടതി ജഡ്ജി K. സോമനാണ് കേസിൽ ശിക്ഷ വിധിച്ചത്. സ്വത്തു തർക്കത്തിന് പേരിൽ സഹോദരനെ അടക്കം 3 പേരെയാണ് പ്രതി ബാബു വെട്ടിക്കൊന്നത്. പടിഞ്ഞാറെ വെമ്പല്ലൂർ കൂനിയാറ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. പുത്തൂർ ഗജേന്ദ്രൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. എഴുന്നള്ളിപ്പിന് ശേഷം ചമയങ്ങൾ അഴിക്കുന്നതിനിടയിലാണ് ആന ഇടഞ്ഞത്. ക്ഷേത്രത്തിന് മുൻപിലെ ആനപ്പന്തൽ കുത്തിമറിച്ചിട്ടു. ഈ സമയത്ത് 3-ാം പാപ്പാൻ ആനപ്പുറത്തുണ്ടായിരുന്നു. ഉടനെ പാപ്പാന്മാർ ചേർന്ന് ക്ഷേത്രവളപ്പിലുള്ള മരത്തിൽ തളച്ചു. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലെ 79-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും പൂർവ്വ വിദ്യാർത്ഥി ദിനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു.
ചടങ്ങിൽ പ്രശസ്ത സിനിമാ സംവിധായകനും നടനുമായ മേജർ രവി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ബാബു എം പ്രസാദ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഉണ്ണിക്കണ്ണൻ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം നടത്തി. മാള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നബീസത്ത് ജലീലും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥും ചേർന്ന് കുട്ടികൾക്കുള്ള സമ്മാനദാനം നടത്തി. മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗീതാചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ വി രഘു, ജയ ബിജു, PTA പ്രസിഡന്റ് താജുദ്ദീൻ, ലെനിൻ ജോയ്, OSA പ്രസിഡന്റ് AG മുരളി, C ലക്ഷ്മിക്കുട്ടി, സ്കൂൾ ചെയർമാൻ അമീൻ ബിജു, KP പ്രസുതി, US ജയലക്ഷ്മി, K മധു എന്നിവർ സംസാരിച്ചു. അന്നമനട കല്ലൂർ വടക്കേടത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു. ക്ഷേത്രം ശാന്തി ബിനീഷ് പൊങ്കാല സമർപ്പണത്തിലുള്ള ദീപം തെളിയിച്ചു നൽകി. തുടർന്ന് ദീപാരാധന നടന്നു. കുഴൂർ പാറപ്പുറം കോക്കാമ്പാടത്ത് ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. വിഷ്ണുമായ ചാത്തൻ സ്വാമിക്ക് കളം, ദീപാരാധന എന്നിവ നടന്നു. തുടർന്ന് പൊന്നങ്ങേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും താലം വരവ്, താലം സ്വീകരണം എന്നിവ നടന്നു. ആലത്തൂർ ALP സ്കൂളിൽ ചാട്ട് പ്രദർശന മത്സരം നടത്തി. PTA പ്രസിഡന്റ് PS സുനിൽ ചാട്ട് മത്സരം ഉദ്ഘാടനം ചെയ്തു. മാതൃസംഗമം പ്രസിഡന്റ് സുമി ബൈജു അധ്യക്ഷത വഹിച്ചു. ഗണിതം, പരിസര പഠനം, ഇംഗ്ലീഷ്, മലയാളം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ടാണ് ചാട്ട് മത്സരം നടത്തിയത്. അധ്യാപകൻ CG അനു, BRC കോർഡിനേറ്റർ ആൻസി വർഗീസ്, കോർഡിനേറ്റർ ദിവ്യ രവി, സീനിയർ അധ്യാപിക AM ഇന്ദിര എന്നിവർ സംസാരിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിഭാഗം വളണ്ടിയർമാരായ കുട്ടികളാണ് വിധികർത്താക്കളായത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ ശലഭോത്സവം, ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസഹാഖ് പുഴങ്കര ഇല്ലത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ജിനൂബ് അബ്ദുറഹ്മാൻ, ജയന്തി, പഞ്ചായത്ത് സെക്രട്ടറി J ഗിരിജ, IC സൂപ്പർവൈസർ രാധിക, അധ്യാപകരായ ഷുഹൈന, നീതു, സരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൽ വനിതകൾക്ക് കോഴികളെ വിതരണം ചെയ്തു. 2.5 ലക്ഷം രൂപ വിനിയോഗിച്ച് 420 പേർക്ക് 2200 കോഴികളെയാണ് വിതരണം ചെയ്തത്. എടത്തുരുത്തി മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ സിബി സോമു പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ സജീഷ്, സത്യൻ, ഹേന രമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മേത്തല CPM ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ സമർപ്പണം CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് കുമാരി മഞ്ജുഷയ്ക്ക് താക്കോൽ നൽകി നിർവഹിച്ചു. KS കൈസബ് അധ്യക്ഷത വഹിച്ചു. PK ചന്ദ്രശേഖരൻ, KR ജൈത്രൻ, അമ്പാടി വേണു, മുനിസിപ്പൽ ചെയർപേഴ്സൺ TK ഗീത, MK സഗീർ, VK ബാലചന്ദ്രൻ, രാധിക, അലീമ എന്നിവർ പ്രസംഗിച്ചു. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ത്വക്ക് രോഗ പരിശോധന ക്യാമ്പും ബോധവൽക്കരണ പരിപാടികളും നടന്നു. നഗരസഭാ കൗൺസിലർ VJ ജോജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AA മിനിമോൾ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് VV സുജമോൾ, PRO സോണിയ ലിച്ചോ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ RP രാഹുൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിപക്ഷമായ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം തള്ളിയത് യോഗത്തിൽ ഭരണപക്ഷത്തെ അംഗങ്ങൾ പങ്കെടുക്കാത്തതിനെ തുടർന്ന് ക്വാറം തികയാത്തതിനാൽ. ചെറുകിട കേബിൾ TV, ബ്രോഡ്ബാൻഡ് സംരംഭങ്ങൾ ഇല്ലാതാക്കി കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന വൈദ്യുതി ബോർഡ് നിലപാടിൽ പ്രതിഷേധിച്ച് COA കരിദിനം ആചരിച്ചു. വൈദ്യുതി ഓഫീസുകൾക്ക് മുന്നിൽ ഓപ്പറേറ്റർമാർ പ്രതിഷേധ സമരം നടത്തി. P ബാലചന്ദ്രൻ MLA ഫേസ്ബുക്ക് പോസ്റ്റിൽ MLA-ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതായി CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. തീരുമാനമുണ്ടായത് ഇന്ന് ചേർന്ന പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.